കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ UDF 102 സീറ്റ് നേടി. ഇന്ന് അനിശ്ചിതത്വത്തിലല്ലേ? ഒരു മുഖ്യമന്ത്രിയെ അന്വേഷിച്ച് നടക്കുകയല്ലേ? ഗ്രൂപ്പ് തിരിഞ്ഞ് മുഖ്യമന്ത്രി ഉണ്ടാവുകയല്ലേ? 102 പേര് ജയിച്ചു വന്നൊരു UDFൻ്റെ മുന്നണിക്ക് ആ 102 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാനില്ലേ? എവിടെ എത്തിയിരിക്കുക കോൺഗ്രസ് പാർട്ടിയും UDFും? അത്യന്തം തകർച്ചയിലാണ്. ഈ തകർച്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും, പല വ്യതിയാനങ്ങളും ഉണ്ടാക്കും. ഇത് വലതുപക്ഷ ശക്തികൾക്ക് കൂടുതൽ കരുത്തുണ്ടാക്കും. ഇപ്പോൾ തന്നെ കേരള നിയമസഭയിൽ BJP 3 സീറ്റ് നേടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ദുഃഖത്തിൻ്റെ ആരംഭമാണ്. ഇത്തരമൊരു കാലഘട്ടം, അതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാനല്ല UDFുകാർ ശ്രമിച്ചത്. അവർ ഇടതുപക്ഷ വിരുദ്ധം, മാർക്സിസ്റ്റ് വിരുദ്ധം ആ നിലപാടാണ് അവർ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉപയോഗിച്ചത്.